പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ബ്രെയിലി ലിപി ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹാനായ മനുഷ്യനാണ് ലൂയി ബ്രെയിലി. ഫ്രാൻസിലാണ് ലൂയി ബ്രെയിലി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കരകൗശല വിദഗ്ധനായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പണിശാലയിൽ കുതിരകൾക്കുള്ള ചമയങ്ങളും അവയുടെ മേൽ വയ്ക്കുന്ന ഇരിപ്പിടങ്ങളും തുകൽ കൊണ്ട് നിർമ്മിക്കുന്ന വിദഗ്ധനായിരുന്നു ലൂയിയുടെ പിതാവ്. ലൂയിക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരിക്കൽ അപ്പൻ്റെ പണിശാലയിൽ ഈ മനോഹരമായ കരകൗശല ജോലി കാണുവാനായിട്ട് ബാലനായ ലൂയി അപ്പനോട് ചേർന്നിരിക്കുകയാണ്. കൗതുകപൂർവം ഈ തുകൽ മുറിക്കുന്നതും തുന്നുന്നതും അണിയിച്ചൊരുക്കുന്നതൊക്കെ കണ്ടിരുന്ന ലൂയി അതിനിങ്ങനെ മതിമറന്ന് സന്തോഷവാനായി അപ്പനോടുകൂടെ പണിശാലയിൽ ഇരിക്കുമ്പോൾ പിതാവ് എന്തോ ആവശ്യത്തിനായിട്ട് ഈ പണിശാലയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന ലൂയിയോട് പറഞ്ഞു, പണി ആയുധങ്ങളിൽ ഒന്നും തൊടരുത്, മൂർച്ചയേറിയ ആയുധങ്ങളാണ് ചുറ്റുമിരിക്കുന്നത്, അതുകൊണ്ട് പണി ആയുധങ്ങളെ തൊടാതെ അവിടെ സ്വസ്ഥമായി ഇരുന്നു കൊള്ളണമെന്ന് പറഞ്ഞ് ലൂയിയുടെ പിതാവ് പുറത്തേക്ക് പോയി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ലൂയിക്ക് ആകാംക്ഷയായി, എങ്ങനെയാണ് ഇത്ര മനോഹരമായ ജോലികളൊക്കെ പിതാവ് ചെയ്യുന്നത്? തനിക്കും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അവൻ പിതാവ് അതുവരെ പണിതുകൊണ്ടിരുന്ന മൂർച്ചയേറിയ ഉളിയെടുത്തു, തൊട്ടടുത്തിരുന്ന ചുറ്റികയും എടുത്ത് ആ തുകലിൻ്റെ വലിയ പരപ്പിൽ ഈ മൂർച്ചയേറിയ ഉളി വെച്ചിട്ട് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു. നിമിഷ നേരം കൊണ്ട് ലൂയിയുടെ കയ്യിലിരുന്ന ഉളി തെറിച്ച് തൻ്റെ കണ്ണിലേക്ക് പതിച്ചു. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ലൂയി രക്തത്തിൽ കുളിച്ച് പിതാവിനെ അത്യുച്ചത്തിൽ വിളിച്ചു. അങ്ങ് ദൂരെയായിരുന്ന പിതാവ് മകന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തി പണിശാലയുടെ അകത്തേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട മകനായ ലൂയി രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ആ കാഴ്ച ആ പിതാവിൻ്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു എന്നാണ്. അദ്ദേഹം പെട്ടെന്ന് തൻ്റെ മകനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പോയി. എന്നാൽ അതിമാരകമായ മുറിവേറ്റ് ലൂയിയുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ ചികിത്സയുടെ ഒടുവിൽ ഡോക്ടർ ആ സത്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. പാരീസിൽ ഒരു അന്ധവിദ്യാലയത്തിൽ ചേർക്കുക മാത്രമേ പിന്നീട് നിവൃത്തിയുണ്ടായിരുന്നു. ദുഃഖിതനായ ലൂയിയുടെ പിതാവ് തൻ്റെ മകനെ ഏറെ വാത്സല്യത്തോടുകൂടെ ഒരു അന്ധവിദ്യാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചേർത്തു. സ്നേഹവും വാത്സല്യവും കൊണ്ട് അവനെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. അവൻ കാഴ്ചയില്ലാത്തവനായി ജീവിക്കുന്നതിനെ കുറിച്ച് ഏറെ അസ്വസ്ഥനായി ലൂയിയുടെ പിതാവ്. എന്നാൽ ബാലനായ ലൂയി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ സ്നേഹവും മറ്റുള്ളവരുടെ വാത്സല്യവും പരിഗണനയും ഒക്കെ അവനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു കയറാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ലൂയിയുടെ മനസ്സിൽ ചില ചിന്തകൾ ഉണർന്നു. തന്നെ പോലെ കാഴ്ചശേഷി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. അവൻ ആദ്യം ആലോചിച്ചത് അവരുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന എന്ത് കാര്യം ചെയ്യാൻ സാധിക്കും. സാധാരണഗതിയിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് വിദ്യാഭ്യാസമാണ് നഷ്ടപ്പെടുക. കാരണം
വായിക്കാനായിട്ട് സാധിക്കില്ല, കാണാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഹതഭാഗ്യരായ അനേകം അന്ധന്മാരായ സുഹൃത്തുക്കളെ അവന്റെ ചിന്തകളിൽ അവൻ കൊണ്ടുവന്നു. ലൂയി അന്ന് മുതൽ കാഴ്ചശേഷി കുറഞ്ഞവർക്കും കാഴ്ചശേഷി ഇല്ലാത്തവർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അവന്റെ കഠിനാധ്വാനങ്ങൾ, അവന്റെ കൃത്യതയുള്ള ചിന്തകൾ അങ്ങനെ ബ്രെയിലി ലിപിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിയിക്കുകയാണ്. 20 വയസ്സ് പ്രായമുള്ള ലൂയി 1824 തൻ്റെ അന്വേഷണങ്ങളുടെ ഒടുവിൽ ബ്രെയിലി ലിപിയുടെ ആദ്യ രൂപം കണ്ടെത്തി. കടലാസിൽ മൂർച്ചയേറിയ ആണി കൊണ്ട് കുത്തി ഉയർന്നു നിൽക്കുന്ന കുത്തുകളിൽ വിരൽ കൊണ്ട് സ്പർശിച്ച് അക്ഷരങ്ങൾ വായിക്കുന്നതിന് ഒരു സംവിധാനം ലൂയി കണ്ടുപിടിച്ചു. വിരലിന്റെ സ്പർശനത്താൽ വായിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. ഒരു ഫുൾ സ്റ്റോപ്പും ഒരു കോമയും പോലും കൃത്യമായി വിരൽ കൊണ്ട് സ്പർശിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലേക്ക് ബ്രെയിലി ലിപി വളർന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഇന്നും അന്ധതയുള്ളവർക്ക് വഴികാട്ടിയാകുന്നത് ഈ ബ്രെയിലി ലിപിയാണ്. കാഴ്ചശേഷിയില്ലാത്തവർക്ക് ഇന്ന് വായിക്കാൻ സാധിക്കുന്നത് ബ്രെയിലി ലിപിയുടെ സഹായത്തോടു കൂടിയാണ്. എത്ര ശ്രേഷ്ഠമായ കണ്ടുപിടുത്തമാണ്! സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ചിലരെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ വീണ്ടെടുക്കാനുള്ള കഠിന പരിശ്രമങ്ങളിലൂടെ തൻ്റെ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ചെലവഴിച്ചതിൻ്റെ സാക്ഷാത്കാരമാണ് ലൂയി ബ്രെയുടെ ഈ ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. ഞാനും നിങ്ങളൊക്കെ പൂർണ്ണ ആരോഗ്യവാന്മാരായി കഴിവും സൗന്ദര്യവും സമ്പത്തുമുള്ളവരായി ജീവിച്ചിട്ടും കാര്യമായി സംഭാവനകളൊന്നും മറ്റുള്ളവർക്ക് സമൂഹത്തിന് ചെയ്യാൻ സാധിക്കാതെ മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ടെന്ന് തിരിച്ചറിയണം. നമ്മളെ ഏൽപ്പിച്ച ആ വലിയ താലന്തുകളെ പൂർണ്ണമായ തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുന്നത് ഏറെ ദുഃഖകരമായ ഒരു വസ്തുത കൂടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഏറെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. ബ്രെയിലി ലിപി തന്നെ ഇന്നും വിളിച്ചു പറയുന്നത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട, കൗതുകപൂർവം കഠിനാധ്വാനത്തോടുകൂടെ കാത്തിരുന്ന് പ്രവർത്തിച്ച ആ ലൂയി ബ്രെയുടെ ആത്മാർത്ഥതയെക്കുറിച്ചാണ്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സർവേശ്വരൻ പ്രേരണയും പ്രചോദനവും ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യസമൃദ്ധമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നീറ്റേശു പരനെ പാടി സ്തുതിക്ക. മനമേ നീയും ഉണർന്നീറ്റേശു പരനെ പാടി സ്തുതിക്ക. മനമേ നീയും ഉണർന്നീറ്റേശു പരനെ പാടി സ്തുതിക്ക.